അങ്ങനെ ഞങ്ങൾ ഭൂമിയിലെ സ്വർഗത്തിലെത്തി. സ്വർഗമായതുകൊണ്ടാണ് തോന്നുന്നത്, ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അവിടെ റോഡ് സൈഡിനൊക്കെ. ഓരോ 200 മീറ്റർ കൂടുമ്പോഴും പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള രംഗങ്ങളാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. പട്ടാളക്കാരൊക്കെ ഒരു ബ്ലാക്ക് കളർ തുണി കൊണ്ട് ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ടെററിസ്റ്റ് ആണോ എന്ന് ഫസ്റ്റ് നോട്ടത്തിൽ തോന്നിപ്പോവും. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി, അവരുടെ പോലീസ് വണ്ടിയും മിലിറ്ററിക്കാരുടെ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈറൺ മുഴക്കി ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണുന്ന ഞങ്ങൾക്ക് അതൊരു ഭീകരാന്തരീക്ഷമായിരുന്നു. ഇതൊക്കെ കണ്ട് കണ്ണും തള്ളിയിരിക്കുന്ന ഞങ്ങളോട് ആ ഡ്രൈവർ ചേട്ടൻ പറയാണേ, ഈ ഇന്ത്യ പാക് ഇഷ്യൂവിന് ശേഷം ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണെന്ന്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ ദാൽ ലേക്കും അവിടുത്തെ ഹൗസ് ബോട്ടുകളും കണ്ടു. ഇത് ശങ്കരാചാര്യ ടെമ്പിളിൽ നിന്നുള്ള വ്യൂ ആണ്. ശ്രീനഗർ മുഴുവനായിട്ടും ഇവിടുന്ന് കാണാൻ പറ്റും. ഈ കാണുന്നത് ശ്രീനഗർ മുഴുവനായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ടെമ്പിളിൻ്റെ പേര് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ എന്നാണെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവലിംഗമാണ്. വലിയൊരു ശിവലിംഗം 1100 അടി ഹൈറ്റിലുള്ള ഒരു മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മലയുടെ പേര് ശങ്കരാചാര്യ മല എന്നാണത്രേ. അവിടെ ശങ്കരാചാര്യൻ പണ്ട് തപസ്സിരുന്നിട്ടുണ്ടായിരുന്നു അത്രേ. 250ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് എത്തിയത്. പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അമ്പലത്തിലേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. കാശ്മീരിൽ പോകുന്ന ഏതൊരു വ്യക്തിയും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ടെമ്പിളാണ് ഇത്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ, നല്ലൊരു വ്യൂ പോയിന്റ്. പിന്നെ ഇല്ലേ, ഈ അമ്പലത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടത്തെ ശിവലിംഗം പ്രതിഷ്ഠയുള്ള അതിനടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ശ്രീകോവിലിനുള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടെ ഉള്ളിൽ കയറിയിട്ടാകുമ്പം അവിടുത്തെ പൂജാരി ഒരു പാത്രത്തിൽ വെള്ളം തരും. ആ വെള്ളം അതിലേക്ക് ശിവലിംഗത്തിലേക്ക് ഒഴിച്ച്, ഞങ്ങൾക്കും അങ്ങനെ അവിടെ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും അതിലേക്ക് ഒഴിച്ച് പൂജ ചെയ്യുന്ന മാതിരി, നമ്മളും പൂജ ചെയ്യുന്ന മാതിരി തന്നെ പ്രാർത്ഥിക്കും. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഈ അമ്പലത്തിൽ ചിലവഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി. 250ഓളം സ്റ്റെപ്പുകൾ കയറിയതുപോലെ തന്നെ ഇറങ്ങി. തലേന്ന് രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ബഹ്റൈനിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴാണ് ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിലെത്തിയത്. ഈ ടെമ്പിളിലേക്ക് അവിടുന്ന് നേരെ ഞങ്ങൾ വന്നത് ഈ ടെമ്പിളിലേക്കാണ്. ഈ ടെമ്പിളിലേക്ക് എത്തുമ്പോഴും ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിരുന്നു, ഒരു വൈകുന്നേരം ആവാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒട്ടും ടയേർഡായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഡേയും ഞങ്ങൾക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഈ ടെമ്പിളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. 6 days ആണ് ഞങ്ങൾ കാശ്മീരിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കാണേണ്ട സ്ഥലങ്ങളും പോകേണ്ട സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 6 daysലേക്ക് വിത്ത് ഡ്രൈവർ. എയർപോർട്ടിൽ നിന്ന് അവർ ഞങ്ങളെ പിക്ക് ചെയ്തു. 6 daysന് ശേഷം എയർപോർട്ടിൽ തിരിച്ച് വിടുന്നത് വരെ അവർ ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ ഞങ്ങളെ കൊണ്ടുപോകും. ഈ കാണുന്നത് ദാൽ ലേക്കാണ്. ഈ കാശ്മീരിലെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസം ആണല്ലോ. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, അവർ ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസത്തോളം അവരുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അത്രേ. ആർക്കും വർക്കൊന്നും ഇല്ലാതെ ടൂറിസമൊക്കെ ഫുൾ ബന്ധായിരുന്നു ആ സമയത്ത് പറഞ്ഞു. അവർ പിന്നെ അവരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാശ്മീരിൻ്റെ ഓരോ കാര്യങ്ങളും, പണ്ടത്തെ പട്ടാളക്കാരെ കല്ലെറിയുന്ന വിശേഷങ്ങളും, അങ്ങനെ കാശ്മീർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. ഞങ്ങൾ അവിടുന്ന് ടെമ്പിളിൽ നിന്ന് നേരെ വന്നത് ഒരു ഗാർഡനിലേക്കാണ്. പക്ഷേ ഈ ഗാർഡൻ ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. നോർമൽ എപ്പോഴും കാണുന്ന ടൈപ്പുള്ളൊരു ഗാർഡൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം വിട്ടു. ഈ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അന്നത്തെ താമസ സ്ഥലത്തേക്കാണ്.
ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിലെത്തി. ഈ ഹൗസ് ബോട്ടിന്റെ ഉൾവശം കാണിച്ചു തരാവേ. ഹൗസ് ബോട്ട് സ്റ്റേയിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാശ്മീരി ടീ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാൻ പോയി. ആ ഏരിയ ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ച് അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ നിറയെ മൾബറിൻ്റെ മരങ്ങളുണ്ടായിരുന്നു. നിറയെ മൾബറീസും ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ പറിച്ച് കഴിച്ചു. പിന്നെ അതിനടുത്തായിട്ട് ഒരു 15 minutes ഡിസ്റ്റൻസിൽ ഒരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ഹൗസ് ബോട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. This is our first day in Kashmir.